മച്ചന്മാരെ നമ്മുടെ AMF-ലെ ഫ്യൂസ് യൂണിറ്റും അതേപോലെ തന്നെ റിലേ സെറ്റും ഒക്കെ മുഴുവൻ പോയിരിക്കുവാണ്. ഈ ഫ്യൂസ് യൂണിറ്റുകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് MCB ടൈപ്പ് ആക്കണം. അതേപോലെ തന്നെ ഈ റിലേ യൂണിറ്റുകളെല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേ യൂണിറ്റുകൾ മാറ്റിയിട്ട് പുതിയ ടൈപ്പ് റിലേകളും ഫിക്സ് ചെയ്യണം. ഇത് പുത്തൻ ബേസ് ആണ് കേട്ടോ, പുതിയ ടൈപ്പ് ബേസ് ആണ്. അപ്പോൾ പഴയ ടൈപ്പ് ബേസിനെ പറ്റിയിട്ട് ഞാൻ പുറകെ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമ്മുടെ പഴയ ഫ്യൂസ് യൂണിറ്റുകളെല്ലാം മാറ്റിയിട്ട് നമ്മൾ MCB ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂട്രൽ ലിങ്കുകളൊക്കെ മാറ്റിയിട്ട് നല്ല കണക്ടറുകളുമാക്കി സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ റിലേകളൊക്കെ മാറ്റി പുതിയ ഇൻഡിക്കേറ്റർ ടൈപ്പ് റിലേകളാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല. അപ്പോൾ വർക്ക് ഉണ്ടായിരുന്ന കാരണം വർക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ വീഡിയോസ് എടുക്കലും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത് AMF-ന്റെ വർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റിലേയെ പറ്റിയിട്ടാണ്. ഇതാ അഴിച്ച് കുറേ റിലേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിലേയുടെ ഡീറ്റെയിൽ നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റിലേകളെ പറ്റിയിട്ടാണ്. അപ്പോൾ കോണ്ടാക്ടറുകളെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു. അതേപോലെ തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുകളിൽ ഉപയോഗിക്കുന്ന റിലേകളെ പറ്റി നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ കൺട്രോൾ പാനൽ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് റിലേകളാണ്. ഇത് 24 വോൾട്ട് DC-യിൽ വർക്ക് ചെയ്യുന്ന റിലേ ആണ്. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ കൺട്രോൾസ് ആയിട്ട് 24 വോൾട്ടിൻ്റെ സപ്ലൈ ആവശ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ NONC കോണ്ടാക്റ്റിൽ നിന്ന് നമുക്ക് 230 വോൾട്ടിൻ്റെ കൺട്രോൾ വരെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള റിലേ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതൊരു 8 പിൻ റിലേ ആണ്. റിലേ വിത്ത് അതിൻ്റെ ബേസ് ഉൾപ്പെടെയുള്ള ഒരു കണ്ടീഷനിലാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു, ഒരു AMF പാനലിൻ്റെ കൺട്രോൾ വയറിങ്ങിൽ റിലേ സെറ്റ് മാറ്റുന്നൊരു വീഡിയോ കാണിച്ചല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റിയതിൻ്റെ ബാലൻസ് ആണിത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു റിലേ എടുത്ത് വെച്ചിട്ട് ബാക്കി മാറ്റി വെക്കാം. ഒന്നിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഇതൊരു 8 പിൻ റിലേ ആണ്. ഈ റിലേയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു മെക്കാനിസം, നമ്മൾ കോണ്ടാക്റ്റിൽ കണ്ടതുപോലെ തന്നെ ഒരു കോയിൽ മെക്കാനിസവും അതേപോലെ തന്നെ കോയിലും അതിനോടൊപ്പമുള്ള ഒരു മെക്കാനിസവുമാണ് ഉള്ളത്. ഇതിപ്പോൾ ഒരു ഗ്ലാസ് കവറിൻ്റെ അകത്തായത് കൊണ്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, അതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോയിൽ തന്നെയാണ്. ഈ കോയിൽ യൂണിറ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മുടെ 24 വോൾട്ട് DC സപ്ലൈ ചെല്ലുമ്പോൾ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ അയൺ കോർ കണ്ട അതിൻ്റെ ഉള്ളിലുള്ള ഈ അയൺ കോറും ശക്തമായ ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. അതോടൊപ്പം ഈ അയൺ പീസിനെ ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് അതൊക്കെ അട്രാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഈ പോയിന്റുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിപ്പോൾ നോർമലി ക്ലോസ്ഡ് ആണ്. അട്രാക്ട് ചെയ്യുന്ന സമയത്ത് താഴത്തേക്ക് ഇവിടെ കോണ്ടാക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് NC, ഇത് NO. അതേപോലെ തന്നെ ഇപ്പർ സൈഡിലും ഇതിൻ്റെ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. ഇത് NC, ഇത് NO. അപ്പോൾ ഇത് ഡബിൾ NC ഡബിൾ NO വരുന്ന ഒരു റിലേ ആണ്. ഈ റിലേയുടെ കോമൺ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് വയർ വന്നിട്ടുള്ള ഭാഗമാണ്. ഈ ബ്ലാക്ക് വയർ കണ്ടോ, ഒരു കോമൺ, അതേപോലെ തന്നെ ഇപ്പർ സൈഡിൽ മറ്റൊരു കോമൺ. ഇതിനെ നമുക്ക് ഒരു ഫേസും ന്യൂട്രലുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ 2 ഫേസുകളായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഏത് കൺട്രോൾ വയറിംഗ് ആണ് ചെയ്യുന്നത് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പിന്ന് വരുന്നതാണ് ഈ പോയിന്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ കോമൺ എന്ന് വരുന്ന ഭാഗമാണ് ഈ ഒരു സ്ട്രിപ്പുമായിട്ട് ഇവിടെ കണക്റ്റഡ് ആണ്. കേട്ടോ, സോൾവ് ചെയ്തിട്ടുള്ള പീസ് ഈ സ്ട്രിപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ കോമൺ ആണ് നിലവിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഈ കോമണിനെ നമ്മൾ NOയിലേക്കോ NCയിലേക്കോ കണക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ റിലേ ആക്റ്റീവ് ആകുന്ന സമയത്ത് ഈ കോണ്ടാക്ട് ഇങ്ങോട്ട് പിടിക്കുകയും ഈ NCയിലേക്ക് കണക്ഷൻ വരികയാണ് ചെയ്യുന്നത്. ഇനി നിലവിൽ ഇതിന് 8 പിന്നുകളാണ് ഉള്ളത്. നമുക്കൊന്ന് ഊരി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബേസ് വരുന്നത്. അതേപോലെ തന്നെ ഇത് റിലേ സെറ്റും. ഇതിന് 8 പിന്നുകളാണ് നമുക്ക് ഇവിടെയുള്ളത്. 2, 4, 6, 8 പിന്നുകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കൃത്യമായിട്ട് ഈ ബേസിലും പിന്നിൻ്റെ നമ്പറുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് 1, 2, 3, 4, 5, 6, 7, 8
ഈ പിന്നുകൾ എവിടെയൊക്കെയാണ് കോണ്ടാക്ട് വരുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള മാർക്കിംഗ് ഇവിടെയുണ്ട്. ഇനി ഈ റിലേ നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് കൃത്യമായിട്ട് ഒരു പൊസിഷനിൽ മാത്രമേ ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് ഈ റിലേയുടെ നടുക്ക് വശത്തായിട്ട് ഇവിടെ ഒരു കട്ടിങ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരു കട്ടിങ് ഗ്രൂവ് ഉണ്ട്. ഈ കട്ടിങ് ഗ്രൂവിലേക്ക് ഇറങ്ങി മാത്രമേ ഉള്ളൂ ഇത് ഉള്ളിലേക്ക് വീഴത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിട്ട് നമുക്ക് ഈ ബേസ് കണക്ടർ വെച്ച് കാണുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വയറിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി കോണ്ടാക്ട് വരുന്ന ടെർമിനൽസ് നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. നിലവിൽ ഇവിടെ കോയിലിലേക്ക് സപ്ലൈ വരുന്ന ഈ ഒരു ടെർമിനൽ പ്ലസ് ഈ ഒരു ടെർമിനൽ, അതാണ് ഈ കോയിലിലേക്ക് വരുന്ന സപ്ലൈ വരുന്ന 2 ടെർമിനൽസ്. അപ്പോൾ മച്ചന്മാരെ കൃത്യമായിട്ട് നമുക്ക് ഒരു ക്ലാം മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കോണ്ടാക്ട് പോയിന്റുകൾ, കോണ്ടാക്ട് പിൻ നമ്പറുകൾ കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്ലാം മീറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലാം മീറ്റർ നമ്മൾ ബസർ മോഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബസർ കണക്ട് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കിട്ടും. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ കോയിൽ സപ്ലൈയിലേക്ക് വരുന്ന ടെർമിനൽ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു പ്രോബ് കണക്ട് ചെയ്തു. അടുത്ത സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 7 എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി അടുത്ത എൻഡ് എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. എൻഡാണ്. ഓക്കെ, അപ്പോൾ 7ഉം 2ഉം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള കോണ്ടാക്റ്റുകൾ. ഈ 7ഉം 2ലേക്ക് നമ്മളൊരു 24 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോയിൽ ആക്റ്റീവ് ആവും. ഇനി നമുക്ക് 2 കോമണും ഉണ്ട്, 2 NCയും ഉണ്ട്, 2 NOയും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോമണിലേക്ക് കിട്ടാനായിട്ട് നമുക്ക് ഈ ബ്ലാക്ക് വയറിലൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കോമണിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെർമിനൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോമൺ കിട്ടും. ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു സൈഡിൽ കിട്ടിയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 1 എന്ന് പറയുന്ന ടെർമിനലാണ് ഈ കോമൺ നമ്പർ വന്നിട്ടുള്ളത്. ഇനി അടുത്ത സൈഡിലേക്ക് നോക്കാം. ഇവിടെ ഈ ടൈപ്പ് ബേസിൽ നിലവിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 2 ടെർമിനൽ, 7, 2 എന്ന് പറയുന്ന ടെർമിനലുകൾ കോയിൽ സപ്ലൈയും അതേപോലെ തന്നെ 8, 1 എന്ന് പറയുന്ന 2 ടെർമിനലുകൾ കോമണുമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ NOയും NCയും ആണ് നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ കോമണിൽ നമ്മളൊരു വയർ കണക്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് NO NCയും കൃത്യമായിട്ട് കിട്ടും. ഇവിടെ കോമണിലേക്ക് ഒരു ലീഡ് കണക്ട് ചെയ്തു. ഈ ഒരു ടെർമിനലിൽ നമുക്ക് കിട്ടുന്നത് NC ആണ്, ഇത് NO ആണ്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. ഇത് NC ആണ്, ഇത് NO ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബേസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് തന്നെ കണക്ഷൻ കൊടുത്ത് റിലേയുടെ കണക്ഷൻ കൊടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ വരുന്നത് 2 സപ്ലൈകൾ, 24 വോൾട്ട് DC സപ്ലൈ, ഇപ്പർ സൈഡിലായിട്ട് നമുക്ക് 2 കോമൺ സപ്ലൈ. ഇത് നമുക്ക് വേണമെങ്കിൽ 230 ഫേസ് ന്യൂട്രൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 ഫേസുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഫേസ് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ലൂപ്പ് ചെയ്ത് സിംഗിൾ ഫേസ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഈ റിലേ പിടിക്കുന്നതിനനുസരിച്ച് ഇതിനപ്പുറത്തായിട്ട് നമുക്ക് അതേപോലത്തെ കോണ്ടാക്റ്റുകളായിരിക്കും, അതേപോലത്തെ സപ്ലൈകളായിരിക്കും കിട്ടുക. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് തന്നെ ഇത് NC ആണ്. NC ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി റിലേ വർക്ക് ചെയ്യാത്ത സമയത്തേക്ക് ഇവിടത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഫേസ് ഇപ്പുറ സൈഡിൽ കിട്ടും. റിലേ പിടിക്കുന്ന സമയത്ത് ഈ ഫേസ് കട്ടായിട്ട് ഇപ്പുറത്തേക്ക് ഇത് കിട്ടും. അതേ കണ്ടീഷൻ തന്നെ നമുക്ക് ഇവിടെയും ലഭിക്കും. ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഈ വീഡിയോ, ചെറുതായിട്ട് റിലേയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണിക്കാമല്ലെന്ന് കരുതി. ഇങ്ങനൊരു സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ കാണിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ റിലേയുടെ ബേസ് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് MCB ഹോൾഡ് ചെയ്യുന്ന പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള റിലേകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 HP മോട്ടറുകളുടെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റിക്ക് ഓണിൻ്റെ ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്യുന്നതിനൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ആംബിയർ റേറ്റിംഗ് ഒരു 6 ആംബിയർ റേറ്റിംഗ് ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 HP റേഞ്ചിലുള്ള മോട്ടറുകൾക്കും കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ആംബിയർ റേറ്റിംഗ് കൂടിയിട്ടുള്ള കോണ്ടാക്റ്റുകളോട് കൂടിയിട്ടുള്ള റിലേകളും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലോട്ട് സ്വിച്ച് അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് കൺട്രോൾ വയറിംഗ് സെറ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള റിലേകൾ വളരെയധികം ഉപകാരപ്പെടും. അതേപോലെ തന്നെ നമുക്ക് 11 പിന്ന് വരുന്ന ടൈപ്പ് റിലേകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ മറ്റൊരു കാര്യം വിട്ടുപോയത് അവിടെ ഒരു സ്പ്രിങ്ങിൻ്റെ കേസ് ഉണ്ട്.
അപ്പോൾ ഈ സ്പ്രിംഗ് എന്ന് പറയുന്നത് ഇത് റിട്ടേണിലേക്ക് തിരിച്ച് പോകാനായിട്ടാണ്. ഒരു ലോഡ് ആ ഒരു ടെൻഷൻ ഇവിടെ കൊടുത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പ്രിങ്ങും കൂടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ.